ജവഹർലാൽ നെഹ്റുവിൻ്റെ വിദേശനയം കൈകാര്യം ചെയ്തതിലെ പാളിച്ചയായിട്ട് ഇന്ന് പലരും വിമർശിക്കുന്നത് ഇന്ത്യക്ക് അർഹമായ സെക്യൂരിറ്റി കൗൺസിൽ അംഗത്വം ചൈനയ്ക്ക് കിട്ടാൻ നെഹ്റു കാരണക്കാരനായി എന്ന് പറയുന്നുണ്ട്. ഇന്നതിനൊരു റെക്ടിഫിക്കേഷൻ എന്ന പോലെ ഇന്ത്യയുടെ സെക്യൂരിറ്റി കൗൺസിൽ പ്രവേശനത്തെ ചൈന അനുകൂലിക്കാൻ തയ്യാറാകുന്നതായി വാർത്തകൾ വരുന്നുണ്ട്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒന്ന്, ചരിത്രപരമായ ഒരു തീരുമാനത്തിനെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. രണ്ടാമത്തേത് ഇപ്പോഴത്തെ വർത്തമാനകാല ഒരു യാഥാർത്ഥ്യമാണ്. 1950കളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ചൈനയ്ക്ക് സെക്യൂരിറ്റി കൗൺസിലിൽ മെമ്പർഷിപ്പ് കിട്ടുന്നതിന് അനുകൂലമായിട്ട് അദ്ദേഹം സംസാരിച്ചു. അത് സത്യത്തിൽ നെഹ്റുവിൻ്റെ കാലത്തല്ല സെക്യൂരിറ്റി കൗൺസിൽ മെമ്പർഷിപ്പ് ചൈനയ്ക്ക് ലഭിക്കുന്ന 1971-ലാണ്. പക്ഷെ അന്ന് ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ വോട്ടിങ്ങിൽ ഇന്ത്യ ചൈനയ്ക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത്. ചൈനയ്ക്ക് ഈ മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു ചൈനയ്ക്ക് മെമ്പർഷിപ്പ്. പക്ഷെ ആ ചൈനയുടെ മെമ്പർഷിപ്പ് തൈവാന്റെ കയ്യിലായിരുന്നു. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്കാണ് അത് കൊടുക്കേണ്ടത്, അല്ലാതെ തൈവാൻ ചിയാങ് കൈഷക്കിനല്ല എന്നുള്ള നിലപാടാണ് നെഹ്റു സ്വീകരിച്ചത്. ആ തീരുമാനം തെറ്റിപ്പോയി. അത് ഒരുപക്ഷെ ഞാനതിപ്പോൾ ബോധപൂർവം ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരാൾ ഇന്ത്യക്ക് എതിരായിട്ടൊരു തീരുമാനം എടുത്തു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം ചൈനയിൽ അർപ്പിച്ച പ്രതീക്ഷ തെറ്റായിപ്പോയി. അദ്ദേഹം ചൈനയെ വിലയിരുത്തിയതിൽ ചില പാളിച്ചകൾ സംഭവിച്ചു. അത് നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല. ആ പാളിച്ച 1950കളിൽ വെരിഫൈ ചെയ്യപ്പെടാത്ത ചില റിപ്പോർട്ടുകളുണ്ട്. 1950കളിൽ അമേരിക്ക ഇന്ത്യക്ക് ഒരു നിർദ്ദേശം തന്നു. അതായത് ചൈനയും തൈവാനും തമ്മിൽ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും തൈവാനും തമ്മിൽ നടക്കുന്ന ഈ ഒരു അഭിപ്രായ ഭിന്നതയുടെ സാഹചര്യത്തിൽ വേണമെങ്കിൽ ഇന്ത്യക്ക് ഈ സെക്യൂരിറ്റി കൗൺസിലേക്കുള്ള മെമ്പർഷിപ്പിൽ അമേരിക്ക മുൻകൈ എടുക്കാം എന്ന്. പക്ഷേ നെഹ്റു അതിനോട് യോജിച്ചില്ല. ഒരുപക്ഷെ ചൈനയെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതിയും അന്ന് കിഴക്ക് മക്മോഹൻ ലൈൻ ആണ് ഇന്ത്യ ചൈന അതിർത്തിയായിരുന്നത്. മധ്യഭാഗത്ത് അത് അങ്ങനെ ഒരു നിശ്ചിത അതിർത്തിയില്ലായിരുന്നു. അതാണ് അവിടെ നുഴഞ്ഞുകയറ്റങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഇപ്പോഴും EMS പണ്ട് പറഞ്ഞ വലിയ പ്രശ്നം ഉണ്ടായതാണ്. ഇന്ത്യയുടേതെന്നും ചൈനയുടേതെന്നും പറയുന്ന പ്രദേശം എന്നുള്ള ഒരു പ്രയോഗം. പക്ഷേ യഥാർത്ഥത്തില് ഞാൻ വസ്തുതകളായിട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ EMS പറഞ്ഞതിൽ കള്ളമൊന്നുമില്ല. പക്ഷെ EMS പറയേണ്ട സമയത്തല്ല അത് പറഞ്ഞത്. ഒരു യുദ്ധം നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാനുള്ള ഒരു ധാർമ്മികത നമുക്കില്ല. യുദ്ധത്തിന് ശേഷം നമുക്ക് ചർച്ചകളിൽ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ എന്തായാലും ശരി, അന്ന് ഒരു അവസരമായിരുന്നു. അത് ചൈനയെ വിലയിരുത്തുന്നതിൽ പണ്ഡിറ്റ്ജി പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ചൈന അദ്ദേഹം വിചാരിക്കുന്ന പോലെ ഇന്ത്യ കാണിക്കുന്ന സൗമനസ്യം അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് തിരിച്ചു തന്നില്ല. ഇന്ത്യ 1950കളിൽ ഇന്ത്യ ചൈന ടിബറ്റിനെ ആക്രമിച്ച് കീഴടക്കുമ്പോൾ ഇന്ത്യ ചൈനയുടെ ഭാഗമായിട്ട് ടിബറ്റിനെ അംഗീകരിച്ചു. അപ്പോൾ നെഹ്റു ചിന്തിച്ചത് യഥാർത്ഥത്തിൽ ഈ ടിബറ്റിന്റെ വിഷയത്തിൽ ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചത് കാരണം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ പിടിവാശികളൊക്കെ ചൈന വിട്ടുകളയുമെന്നാണ്. പക്ഷെ ചൈന അത് ചെയ്തില്ല. ദലൈലാമ വിട്ടുകൊടുക്കാനുള്ള ചൈനയുടെ ആവശ്യം ഇന്ത്യ അംഗീകരിച്ചില്ല. അവരുടെ കാര്യം മതിയായിരുന്നു. അംഗീകരിച്ചു. പക്ഷെ അല്ല, അതൊരിക്കലും ഒരു ദലൈലാമ എന്ന് പറയുന്നത് ഒരു ആക്രമിക്കപ്പെട്ട ഒരു രാജ്യത്തു നിന്ന് ഇന്ത്യയിൽ അഭയം തേടി വന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആ വ്യക്തിയെ ഇന്ത്യ വിട്ടുകൊടുത്താൽ പിന്നീട് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒരു പരിഹാസപാത്രമാകും. അപ്പൊ അങ്ങയുടെ വീട്ടിലേക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരാൾ ഓടിക്കേറി വന്നിട്ട് അങ്ങ് നേരെ ഇവനെ കഴുത്തിന് പിടിച്ച് റോഡിലോട്ട് എറിയുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ അന്ന് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നെഹ്റു നിലനിന്നിരുന്നത്. ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രതന്ത്രവുമായിട്ട് വ്യത്യാസമുണ്ട്. ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഏത് തീരുമാനം, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുകൂലം ഏത്, ആ തീരുമാനം എടുക്കുന്നു. ഇവിടെ പ്രിട്ടൻഷൻസ് ഒന്നുമില്ല, ഐഡിയോളജി ഇല്ല. പക്ഷെ പണ്ട് അങ്ങനല്ലായിരുന്നു. പണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് ധാർമ്മികതകളും അല്ലെങ്കിൽ
രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വിഷയങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വിഷയത്തിൽ അന്ന് നെഹ്റു തീരുമാനമെടുത്തത്. അദ്ദേഹം ഇന്ത്യയെ അപകടപ്പെടുത്താൻ ഒരു തീരുമാനമെടുത്തു എന്ന് കരുതാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല. പക്ഷെ അദ്ദേഹം വേണ്ട രീതിയിൽ ഒരുപക്ഷെ ചൈനയെ പഠിക്കുന്നതിൽ, ചൈനയെ വിലയിരുത്തുന്നതിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കാതെ നിവൃത്തിയുമില്ല. എന്തായാലും ശരി, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു വിഷയം, ഈ കഴിഞ്ഞ ദിവസം ചൈനീസ് ഉപവിദേശകാര്യ മന്ത്രി ഡൽഹിയിൽ വെച്ചൊരു പ്രസ്താവന നടത്തി. അതായത് ഇവിടെ ഇന്ത്യക്ക് സെക്യൂരിറ്റി കൗൺസിൽ സ്ഥിരാംഗത്വം നൽകുന്നതിൽ ഇതിന്റെ ഒരു ആവശ്യകത, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഈ വിഷയത്തിൽ ഇന്ത്യക്കുള്ള അർഹതയെ ചൈന മനസ്സിലാക്കുന്നു. ഇതിന്റെ ഒരു ഇപ്പോൾ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളുടെ ഒരു വിലയിരുത്തൽ ചൈന ഇന്ത്യയുടെ ആവശ്യങ്ങൾ, ഇന്ത്യയുടെ ആവശ്യത്തെക്കുറിച്ച് ചൈന കൃത്യമായി മനസ്സിലാക്കുന്നു. അതിന്റെ ന്യായവും ചൈനയ്ക്ക് പിടികിട്ടിയിട്ടുണ്ട് എന്ന് ഒരു പ്രസ്താവന നടത്തി. ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞില്ല. പക്ഷേ ഇതുവരെ തുടർന്നിരുന്ന പരസ്യ എതിർപ്പ്, ആ പരസ്യ എതിർപ്പിൽ നിന്നും ഒരു തന്ത്രപരമായ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മറുപടിയിലേക്ക് ചൈന മാറിക്കഴിഞ്ഞു. ഇതൊരു വലിയ മാറ്റമാണ് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ചൈന ഇന്ത്യ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ, ഞങ്ങൾ ഇതിനോട് യോജിപ്പില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം കലർന്ന നിലപാടിൽ നിന്നും ചൈന ഒരു പടി പിറകോട്ട് മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ചൈന വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അതും ഇന്ത്യ ചൈന വ്യാപാരത്തിൽ ചൈനയ്ക്ക് വളരെ അനുകൂലമായ രീതിയിലാണ് ഇന്ത്യ ചൈന വ്യാപാരം. ചൈനയ്ക്കാണ് വലിയ അതെ, സർപ്ലസ് അവരുടെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഇന്ത്യ US വ്യാപാരത്തിൽ സർപ്ലസ് ഇന്ത്യക്കാണ്. നല്ല സർപ്ലസ് ഉണ്ട്, ഏതാണ്ട് 35-40 ബില്യൺ സർപ്ലസ് ഇന്ത്യക്കുണ്ട് ഇന്ത്യ US വ്യാപാരത്തിൽ. പക്ഷേ ഇന്ത്യ ചൈന വ്യാപാരത്തിൽ അവർക്കാണ് സർപ്ലസ്. ചൈനയ്ക്ക് ഇതിലും അധികം സർപ്ലസ്, ഏതാണ്ട് 40-45 ബില്യണോളം സർപ്ലസ് ചൈനയ്ക്കുണ്ട്. ഇത് നികത്താൻ ഒരു തരത്തിലും ചൈന തയ്യാറുമല്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട്, അതായത് 2025 ജൂൺ തൊട്ട് ചൈന ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കുകയും നല്ല രീതിയിൽ അതിപ്പം പ്രത്യേകിച്ച് നമ്മുടെ സമുദ്രോൽപ്പന്നങ്ങൾ, ഷ്രിമ്പിന്റെ ഒക്കെ കാര്യത്തിൽ അമേരിക്ക വാങ്ങിക്കാതിരുന്ന സമയത്ത് പോലും ചൈന വലിയ രീതിയിൽ പർച്ചേസ് നടത്തി. അതൊക്കെ അവരുടെ ഒരു വ്യത്യാസമാണ്. ഒരു പക്ഷേ മാറുന്ന ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റീസിൽ ഇന്ത്യയെയും കൂടെ നിർത്തണമെന്നും ക്വാഡ് പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരു നാറ്റോ അറേഞ്ച്മെന്റ് ആയിട്ട് മാറാതിരിക്കണം എന്നും ചൈന ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ മാത്രവുമല്ല, ചൈനയെ സംബന്ധിച്ച് ഇപ്പോൾ തെയ്വാൻ ചൈനയുടെ ഭാഗമാക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ചൈനയ്ക്കുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യ ചൈന യുദ്ധം തൽക്കാലം ചൈന ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചിട്ട് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, ചൈന ഒരിക്കലും ആരുടെ സുഹൃത്താവില്ല. ചൈനയ്ക്ക് ചൈനയോട് തന്നെയാണ് സ്നേഹം. മറ്റാരോടും ചൈനയ്ക്ക്, റഷ്യ പോലും ഇന്നത്തെ മാധ്യമങ്ങളിൽ ഒരു വാർത്തയുണ്ട്. റഷ്യയുടെ ചില ഡീക്ലാസിഫൈഡ് ഫയൽസ് പുറത്തുവിട്ടപ്പോൾ റഷ്യ ചൈനയെ കാണുന്നത് ശത്രുവായിട്ട് തന്നെയാണ്. പുറത്ത് എല്ലാ ഒരു സൗഹാർദ്ദം ഉണ്ടെങ്കിലും അതിർത്തി തർക്കം അവർ പരിഹരിച്ചെങ്കിലും ഇപ്പോഴും റഷ്യയുടെ ഇന്നർ സർക്കിൾ അവർ വിലയിരുത്തുന്നത് ശത്രുവായിട്ട് തന്നെയാണ്. കാരണം ഏത് നിമിഷം ഒരു കരുത്തനെ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. തുല്യന്മാര് തമ്മിലെ സൗഹൃദം പറ്റത്തുള്ളൂ. അതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇതൊരു ക്രൂരമായ വിലയിരുത്തലായിട്ട് തോന്നുമായിരിക്കാം. അതെ, തീർച്ചയായിട്ടും. സമൂഹത്തിൽ 2 യാഥാർത്ഥ്യങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ശക്തനാകുക, ശക്തനായാൽ നിങ്ങൾക്ക് നീതി ലഭിക്കും. നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ നിങ്ങൾ ശക്തന്റെ ആളായിട്ട് നിൽക്കുക, അപ്പോഴും നിങ്ങൾക്ക് നീതി ലഭിക്കും. അതല്ലാതെ ശക്തനിൽ നിന്നും നീതി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒരിക്കലും ദുർബലന് കിട്ടില്ല. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എ പൂർ മാൻ യുവോക്സ് സിമ്പതി നോട്ട് റെസ്പെക്ട്. അതായത് ഒരു ദാരിദ്ര്യമുള്ള ഒരു മനുഷ്യൻ, ഒരു ദരിദ്രൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു സഹതാപം നേടിയെടുത്തേക്കാം. പക്ഷെ ഒരിക്കലും അഭയാർത്ഥി സ്റ്റാറ്റസ്, അതെ, ആദരവ് നേടിയെടുക്കില്ല. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോഴത്തെ ചൈനയുടെ പുതിയ നിലപാട്. ഇനി മറ്റൊരു കാര്യം ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് പൊതുവെ ശക്തി നഷ്ടപ്പെട്ട, ശക്തി ചോർന്ന ഒരു കാലമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി തന്നെ ഇല്ലാതായി. ഇപ്പൊ ട്രംപ് പാരലായിട്ട് ഒരു സംഘടന ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വാർത്ത വായിച്ചു കാണുമല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു.
അതുകൊണ്ട് തന്നെയായിരിക്കണം ചൈന ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ചൈനയ്ക്ക് അതെ, അപ്പോ ചൈന വിചാരിച്ചിട്ടുണ്ടാണ് ഇനിയിപ്പോ സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യ വന്നാലെന്ത് വന്നില്ലെങ്കിൽ എന്ത് എന്നുള്ള ഒരു ചിന്ത ചൈനയ്ക്ക് ഉണ്ടാവാം. ഇതൊന്നും നമുക്ക് ഞാൻ ഇപ്പൊ പറയുന്നത് ഒരു ഘടകവും നമ്മൾ ഒരു കാര്യം വിലയിരുത്തുമ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പാടില്ല. കാരണം ഒരു ഭാഗത്ത് പിന്നെ ചൈനയ്ക്ക് മാറുന്ന ഇന്ത്യയുടെ സ്റ്റാറ്റസും ഒരു പ്രശ്നമാണ്. കാരണം ഒരുപക്ഷെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചൈനയെ സംബന്ധിച്ചുണ്ടായ ഒരു വലിയ ബുദ്ധിമുട്ട് അവരുടെ പിന്നെ HQ-19 എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം, അതുപോലെ അവരുടെ PL-15 എന്ന എയർ ടു എയർ മിസൈൽ, അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ, ഈ രണ്ടെണ്ണവും വലിയൊരു പ്രയോജനമൊന്നും ഇല്ല എന്നുള്ളത് ലോകം തന്നെ തിരിച്ചറിഞ്ഞു. പാകിസ്ഥാൻ തന്നെ ഇനി PL-15 മിസൈൽ വേണ്ട എന്ന് ചൈനയോട് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ 2021 ഈ PL-15 ചൈന പാകിസ്ഥാന് വിൽക്കുന്നത്. ഇപ്പൊ ഞാൻ വായിച്ചത് 200 പ്ലസ് 230ഓളം മിസൈലുകളാണ് ചൈന വിറ്റത്. അതിൽ 119 മിസൈലുകൾ അവ പുനഃപരിശോധനയ്ക്കാക്കി ചൈനയ്ക്ക് ഇപ്പൊ പാകിസ്ഥാൻ തിരിച്ചയച്ചിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് സ്വാഭാവികമായിട്ടും തൽക്കാലം ഇപ്പോ ഇന്ത്യയോട് ചൈന ഒരു സൗഹൃദം കാണിക്കുന്നു. കാരണം ഇന്ത്യ ചൈന ട്രേഡ് ഇത്ര വലിയ ട്രേഡാണ്. ഇന്ത്യ യൂറോപ്പുമായിട്ട് ഫ്രീ ട്രേഡും അമേരിക്കയുമായിട്ട് ട്രേഡ് എഗ്രിമെന്റിലും എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതികളൊക്കെ ഇന്ത്യക്ക് വേണമെങ്കിൽ വലിയ രീതിയിൽ ഡ്രാസ്റ്റിക്കായിട്ട് കുറയ്ക്കാം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ വ്യാപാര മേഖലയിൽ ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയാകും. പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദത്തിൽ ചൈനയ്ക്ക് ഒന്നും കിട്ടാനില്ല, മാർക്കറ്റില്ല. പാകിസ്ഥാൻ അങ്ങോട്ട് കൊടുക്കാനുള്ളത് ഒരു മാർക്കറ്റും ഇല്ലാത്ത ഒരു രാജ്യമാണ്. അവരുമായിട്ട് സൗഹൃദത്തില് ഇന്ത്യയെ ചൊറിയാനുള്ള ഒരു ഉപകരണം എന്നുള്ളതിൽ കവിഞ്ഞ് പാകിസ്ഥാൻ മറ്റൊന്നുമല്ല. പാകിസ്ഥാൻ ഒരിക്കലും ചൈനയ്ക്ക് ഒരു വ്യാപാര പങ്കാളിയായിട്ട് ചൈനയ്ക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകും? ഒരു നേട്ടവും ഇല്ല. ചൈനയ്ക്ക് അവിടെ നിന്ന് ഒരു വ്യാപാര സർപ്ലസ് കിട്ടില്ല. ഇതൊക്കെ താൽക്കാലികമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ മൾട്ടി സൈഡഡ് ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൗഹൃദം, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് അത്യാവശ്യ സൗഹൃദം, ഒരു വർക്കിംഗ് ടേംസ്, ഒരു ബിസിനസ് നടത്തുന്ന ലെവലിലുള്ള ഒരു സൗഹൃദം ചൈനയ്ക്ക് നല്ലതാണ് എല്ലാം കൊണ്ടും. അത് തന്നെയാണ് ചൈന ഇപ്പോൾ പുതിയ നിലപാട് സ്വീകരിച്ചത്. മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ ഒന്ന് ഇന്ത്യയുടെ വളർച്ച, മാറുന്ന ഇന്ത്യയുടെ നിലപാടുകൾ, പിന്നെ UN ശക്തിക്ഷയം. UN ആര് വന്നിരുന്നാലും ഇനി വലിയ ഗുണമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ വിഷയം ഒരു ഇംഗ്ലീഷിൽ ഒരു ചാനലിൽ ഞാൻ ചർച്ച ചെയ്തപ്പോൾ അവിടുന്ന് ഒരു ചൈനീസ് പ്രതിനിധി പറഞ്ഞു, ചൈന മാത്രമല്ല പഴയ കാലത്ത് അമേരിക്കയും ഫ്രാൻസും ഒക്കെ തന്നെ ഇന്ത്യ സെക്യൂരിറ്റി കൗൺസിൽ മെമ്പർ ആവുന്നതിനെ എതിർത്തിരുന്നു. അതൊരു സത്യമാണ്. ഞാനത് ആലോചിച്ചപ്പോൾ ഫ്രാൻസ് എതിർത്തിരുന്നു ആദ്യ കാലഘട്ടം. പിന്നീടാണ് ഫ്രാൻസ് നിലപാട് മാറ്റിയത്. അപ്പോൾ അവർ ചൈന ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല, പാശ്ചാത്യ ലോകവും നിങ്ങളെ എതിർത്തിരുന്നു, അവർ നിലപാട് മാറ്റി, ഞങ്ങൾ നിലപാട് മാറ്റുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ വായിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ വാർത്തകൾ വരും.